രാജ്യമെങ്ങും വലിയ പ്രതിഷേധമുയർത്തിയ പൗരത്വ ഭേദഗതി നിയമത്തിൽ തുടർച്ചയിൽ ഇന്ന് ചട്ടങ്ങൾ നിലവിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ നിയമം പ്രാബല്യത്തിലായി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണെന്നതാണ് ശ്രദ്ധേയം. വർഗീയ ധ്രുവീകരണത്തിലുള്ള നീക്കം എന്നാരോപിക്കുന്നു കോൺഗ്രസും CPM-ഉം തൃണമൂൽ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികളും. CAA പൗരത്വം കൊടുക്കാനുള്ള ആത്മാർത്ഥതയാണോ അതോ വോട്ട് സമാഹരിക്കാനുള്ള ദുഷ്ടലാക്കാണോ? പ്രിയപ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ KT കുഞ്ഞുകണ്ണൻ, ശ്രീ KP നൌഷാദിലെ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ CR നീലകണ്ഠൻ എന്നിവർ ചർച്ചയിൽ ചെയ്യുന്നു. ആദ്യം ഞാൻ ശ്രീ CR-ലേക്ക് പോകുന്നു. ശ്രീ CR നീലകണ്ഠൻ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും SBI എന്ന് പറയുന്ന എന്താണ് ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന് പറയുന്ന അതിൻ്റെ ആ ചരിത്രം നോക്കിയാൽ 100 വർഷം പഴക്കമുള്ള രാജ്യത്തെ മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ ഒരുപാട് പേരുടെ അക്കൗണ്ടുള്ള ഒരു സ്ഥാപനം നാണം കെട്ട് നാനാവിധമായി കോടതിയിൽ ദിവസമാണ്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തിരിച്ചടി, അതുവഴി കേന്ദ്ര സർക്കാരിന് BJP-ക്കും ഒക്കെ തിരിച്ചടി കിട്ടിയ ഒരു ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1 ടെറാബൈറ്റ് അല്ലെങ്കിൽ അത്രമാത്രം ചെറിയ ഡേറ്റ 26 ദിവസം പോരാ, ഇനി 3 മാസം വേണമെന്ന് അങ്ങേയറ്റം പരിഹാസ്യമായൊരു വാദമുയർത്തി സുപ്രീം കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞ് നാണം കെട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം തന്നെ ഈ വിജ്ഞാപനം വരുന്നതിൽ വാർത്ത മറയ്ക്കാനാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതല്ല, ഇലക്ഷന് തൊട്ട് മുമ്പ് വർഗീയ ധ്രുവീകരണത്തിലുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പക്ഷേ അമിത്ഷാ ഈ അടുത്തും പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത് നിലവിൽ വരുമെന്ന് പറഞ്ഞതാണ്. അവർ വാക്കുപാലിക്കുന്നു എന്ന അർത്ഥത്തിൽ കൂടി കണ്ടുകൂടെ CR? അല്ല, ഇവിടെ ഒരു കാര്യം നമുക്ക് ബോധ്യമായി. രാമനെ വെച്ചുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം വന്നു. രാമനും മോഡിയും വെച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞു. ഇപ്പൊ കിട്ടാവുന്ന സഖ്യകക്ഷികളിലൊക്കെ പിന്നാലെ പോകും. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു, ഒറീസയിൽ ഭരണകക്ഷി പ്രതിപക്ഷം ഒന്നിച്ച് ഇപ്പൊ അകാലിദളിനെ പിടിക്കാൻ പോണു. വലിയ വീരവാദമൊക്കെ പറഞ്ഞു. കടുത്ത തിരിച്ചടികൾ BJP ജനങ്ങളിൽ നേരിടുക. കർഷക സമരത്തിന്റെ ഒക്കെ നമ്മൾ വേണ്ടു. ഞാൻ ചോദിക്കട്ടെ, ആ ഇലക്ഷൻ കമ്മീഷൻ രാജിവെച്ചതിൽ പരം നാണക്കേട് ഈ ലോകത്തുണ്ടോ? 3 ഇലക്ഷൻ കമ്മീഷൻ വേണം എന്ന് നിയമമുണ്ട്, അത് വച്ചില്ല. അതിന് തന്നെ പ്രത്യേക നിയമം ഉണ്ടാക്കി. ഞാനും എൻ്റെ ചേട്ടനും സുഭദ്രയും കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി, അത് വെച്ച് കൊണ്ടുവന്നു. ഓക്കെ, സുപ്രീം കോടതി വിധി മറികടക്കാനാണ് ആ നിയമം കൊണ്ടുവന്നത്. KJ ജോസഫിന്റെ വിധി മറികടക്കാൻ ഒരു നിയമം കൊണ്ടുവന്നു. എന്നിട്ട് ഒരാളെ വെച്ചു. ആ വച്ച് തന്നെ വളരെ വിചിത്രമായ ഒരാളാണ്. അദ്ദേഹം രാജിവെച്ചു. ഇപ്പൊ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വരും എന്ന് തീരുമാനമായിട്ടല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഈ ആഴ്ച പ്രഖ്യാപിക്കും, നാളെ പ്രഖ്യാപിക്കും, 10-ന് പ്രഖ്യാപിക്കും, 11-ന് പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞു. ഇനിയിപ്പോ പരമാവധി സഖ്യകക്ഷി അവിടെ കൂട്ടുക. ഇനി ഇതിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഈ നിയമം യഥാർത്ഥത്തിൽ ഒറ്റ വായനയിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഒരു അന്യരാജ്യത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് നമ്മളാരും വിരോധമില്ല. പൗരത്വം കൊടുക്കുന്നതിന് ആർക്കും വിരോധമില്ല. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള 2 അജണ്ടകൾ. ഒന്ന്, ഇതിന്റെ പിന്നാലെ NRC വരും. NRC വന്നാൽ അവിടെയാണ് ഇതിന്റെ കള്ളത്തരം മുഴുവൻ വരാൻ പോണത്. ഒരു വലിയ വിഭാഗം മനുഷ്യരെ, 2ാം തരം പൗരന്മാരൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, ഞാൻ എനിക്ക് പോകുന്നില്ല. മറ്റൊരു കാര്യം ഈ പറഞ്ഞത് തന്നെയാണ്. വീണ്ടും ഇപ്പൊ രാമനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയാത്ത വർഗീയ വിഭജനം ഇതാ CAA കൊണ്ടുവരുന്നു. ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ രാജ്യത്തെ കുറെ മുസ്ലിം സംഘടനകൾ ബഹളം ഉണ്ടാക്കും. ഏതെങ്കിലും അവരുടെ ഒരാൾ തന്നെ ഒരു ബോംബ് പൊട്ടിച്ചാൽ കണ്ടില്ലേ എന്ന് പറയും. ധ്രുവീകരണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അല്ലാണ്ട് ഈ ചട്ടം ഉണ്ടാക്കി ഇപ്പൊ 4 ദിവസം കൊണ്ട് ഈ ചട്ടം നടപ്പാക്കാൻ പറ്റുന്നൊന്നും ലോകത്തിലാരും വിചാരിക്കില്ല. ഓൺലൈൻ അപ്ലൈ ഇപ്പൊ പാകിസ്ഥാനിലുള്ള ഒരു ഏത് മതസ്ഥനും ഇവിടെ വരാം. ഞാൻ പറഞ്ഞ എന്തിനാ ഈ മുസ്ലിമിനെ ഒഴിവാക്കണം? എന്തിനാ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഒരു മുസ്ലിമിന് ഇന്ത്യയിൽ ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പാകിസ്ഥാനേക്കാൾ നല്ല രാജ്യമാണ് ഇന്ത്യ എന്ന് തോന്നുന്ന ഒരു മുസ്ലിം പാകിസ്ഥാനെ വിഭജിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ന് ലോകത്തെ 2ാമത്തെ രാജ്യമാണ് മുസ്ലിം ജനസംഖ്യയിൽ ഇന്ത്യ. അപ്പോ എന്തിനാ ഈ മുസ്ലിമിനെ ഒഴിവാക്കിയത്? ഇപ്പൊ ബർമയിൽ മുസ്ലിം ഉണ്ട്. ബർമ വേറെ രാജ്യമല്ലേ. നേപ്പാള് ഹിന്ദു രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു. അവിടെ നിന്നൊരു മുസ്ലിം ഇങ്ങോട്ട് വന്നാൽ എന്താ പറ്റില്ലേ? എനിക്ക് അവിടെ പറ്റില്ല, ഹിന്ദു രാഷ്ട്രം പറ്റില്ല, എനിക്ക് മതേതര ഇന്ത്യ വേണം. അപ്പൊ മതേതര ഇന്ത്യ മെച്ചപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് പറയാതിരിക്കുകയും, അതാണ് ഈ ബില്ലിന്റെ ഉള്ളിലുള്ള കളി. പിന്നെ NRC പോലുള്ളത്. അതിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക. ഇതിന്റെ പിന്നിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കേണ്ടത് മതന്യൂനപക്ഷങ്ങളല്ല. അവരല്ല എതിർക്കുന്നത് ഇതിനെ. ഇവിടെ ഈ സോക്കോൾഡ് ന്യൂനപക്ഷങ്ങളല്ലാത്ത ആളുകൾ ഇതിലെ ചതി മനസ്സിലാക്കുകയും ഇപ്പോൾ CR നീലകണ്ഠനും താങ്കളും ഒക്കെ ഒരു പ്രതിപക്ഷ മനസ്സോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, CR നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ അധികാര സ്വരൂപങ്ങൾക്ക് എല്ലാ കാലം എതിർവശം നിന്നിട്ടുള്ള ആളാണ്. അത് കേരളത്തിലാവട്ടെ കേന്ദ്രത്തിലാവട്ടെ ഒരു പ്രതിപക്ഷ മനസ്സോടെ നിൽക്കുന്ന ആളാണെന്ന് പറയാം.
ഇതല്ലെന്നേ സത്യപാൽ മാലിക് തന്നെ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ്. BJP ക്യാമ്പിൽ ഇപ്പോഴും നിൽക്കുന്ന സത്യപാൽ മാലിക് തന്നെ പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും പ്രതീക്ഷിക്കണം. അങ്ങനെ കൃത്യം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ 2019 ഡിസംബറിൽ ഇറക്കിയ ഒരു നിയമത്തിൻ്റെ, രാഷ്ട്രപതി അന്നേ ഒപ്പിട്ടൊരു നിയമത്തിൻ്റെ 4 വർഷങ്ങൾക്കിപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാൾ അല്ലെങ്കിൽ 11 മണിക്കൂർ കൊണ്ട് വിജ്ഞാപനം ഇറക്കുന്നത് ഇത് ചർച്ചയാക്കുക എന്നുള്ളതാണ്. രാമക്ഷേത്രത്തിൻ്റെ തുടർച്ചയിൽ അന്ന് ഇടയ്ക്ക് UCC പറഞ്ഞു, UCC പോയി അന്ന് പിന്നൊന്നും കേട്ടില്ല. അതിനുശേഷം ഇതിൻ്റെ തുടർച്ച ഇത് ചർച്ചയാക്കുക, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ആ പ്രശ്നങ്ങൾ കൂടി ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ ആ കെണിയിൽ പോയി വീഴേണ്ടതുണ്ടോ എന്ന് ആലോചിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളാണ്. ശ്രീ KP നൗഷാദ് അലി. അല്ല, ഹഷ്മി പറഞ്ഞ വാക്കുകൾ ഞാൻ പൂർണ്ണമായിട്ട് ശരിവെക്കുകയാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തൊരു നിഷ്പക്ഷവും നീതിപൂർവകവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP പ്രതിപക്ഷത്തിരിക്കുമെന്ന് അവർക്ക് ഉറപ്പായതിൻ്റെ ആ ഒരു വലിയ അങ്കലാപ്പിലാണ് അവർ ഈ അവസാനത്തെ ബ്രഹ്മാസ്ത്രങ്ങളും വജ്രായുധങ്ങളും ഒക്കെ ആവനാഴിയിൽ നിന്ന് പുറത്തിറക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് കേൾവി മാത്രമായിരുന്ന ഒന്നെടുത്താണ് ഇപ്പോൾ അവർ പ്രയോഗിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വിജയമാണ് അവരിതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇവിടുത്തെ ഈ പറഞ്ഞ CA വിരുദ്ധ ആശയങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഈ നിയമം നടപ്പിലാകാതിരിക്കുക എന്നുള്ളതാണെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്തിറക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏക പോംവഴി. അതിനെത്തരത്തിലുള്ള പ്രവൃത്തികളാണോ ഉതകുന്നത് അത് ചെയ്യാൻ ഈ രാജ്യത്ത് മുഴുവൻ CA വിരുദ്ധ മനസ്സുള്ള മനുഷ്യസ്നേഹികളും മുന്നോട്ട് വരണം. അല്ലാതെ ഇതിനെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് BJP ഉണ്ടാക്കുന്ന ഒരു കൂടിനകത്തേക്ക് സ്വയം ഓടിക്കയറുന്ന ഒരു സമീപനം ഉണ്ടാക്കരുത്. കേരളത്തിലാണെങ്കിൽ പോലും ഇതിനെ മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെയോ വോട്ട് മേടിക്കാനുള്ള ഒരു ഓട്ട മത്സരമായിട്ട് CPM ചിത്രീകരിച്ച് മുമ്പത്തെ പോലെ മുന്നോട്ട് വരരുത്. ഇവിടെ സമാന മനസ്കരായ ആളുകൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ BJPയെ താഴെ ഇറക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള നമ്മൾ ഈ നിയമം വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധം, രാജ്യമെമ്പാടും അലയടിച്ച വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഡൽഹിയിലടക്കം അലയടിച്ച വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വയലന്റായ രക്തരൂക്ഷമായ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. ഗോലിമാരോ സാരോങ്കോ എന്നൊരു കേന്ദ്രമന്ത്രി ജനക്കൂട്ടത്തിന് നേരെ പറഞ്ഞ അസംബന്ധങ്ങൾ നമ്മൾ കേട്ടവരാണ്. എന്ന് പറഞ്ഞാൽ ആ പ്രതിഷേധ വഴിയിലേക്കാണ് ഇനിയും ഇറങ്ങുന്നതെങ്കിൽ അത് മാസങ്ങൾക്കപ്പുറം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഇന്ധനമാണ് എന്ന് പ്രതിപക്ഷം തിരിച്ചറിയുമോ എന്നതായിരുന്നു എൻ്റെ ലഘുവായ ചോദ്യം. ശ്രീ KP നൗഷാദ് അലി. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ കാതലായ പല അംശങ്ങളും വശങ്ങളുമുണ്ട്. ഇവിടെ CA വിരുദ്ധ മനസ്സുള്ള മനുഷ്യർ ചെയ്യേണ്ടത് അവർ ഒരഭിപ്രായ രൂപീകരണത്തിൽ എത്തുക, ഒരു പാതയിൽ ഇതിനെതിരെ ചിന്തിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയട്ടെ അഷ്മി, ഇത് ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനമാണ്. ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ വിഭാഗീയമാക്കി പെരുമാറരുത്, അല്ലെങ്കിൽ അവരെ തരംതിരിക്കരുത്, വിവേചന ബുദ്ധിയോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യരുത് സ്റ്റേറ്റ് എന്ന വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനമാണിത്. ഇതിനെ നിയമപരമായി നേരിടണം, ഇതിനെ ആശയപരമായി നേരിടണം. ഇതിനെ തെരുവിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം വിഭജനവും ഒരു ധ്രുവീകരണവും BJP ആഗ്രഹിക്കുന്നതിലേക്ക് ആരും തലവെച്ചു കൊടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാതെ പോകുമ്പോൾ അവർ അടുത്ത ആയുധവും പുറത്തെടുക്കും. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരാൾ രാജിവെച്ചു, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരാഴ്ച നീട്ടാനുള്ള കാരണങ്ങളുണ്ട്. ഇവരെന്തും പയറ്റും. ഇത്തരത്തിൽ ജനാധിപത്യത്തെ പുച്ഛത്തോടുകൂടി കാണുന്ന, കഴിഞ്ഞ ദിവസം ഒരു BJPയുടെ ബാംഗ്ലൂരിലെ MP പറഞ്ഞു, ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയാലേ ഭരണഘടനയെങ്ങ് മാറ്റിവെച്ച് പുതിയൊരു സാധനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ഇവർ ഇത്തരത്തിൽ എന്തും ചെയ്യും, മതഭ്രാന്തിന്റെ രാജ്യമാക്കിയിട്ട് ഒരു ശിലായുഗ പ്രാകൃത മനസ്സുള്ള ഒരു ചുറ്റുപാടിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി ഇത് ചിന്തിക്കണം. അത്തരത്തിൽ ബുദ്ധിപരമായി കൗശലപൂർവ്വം ഈ രാഷ്ട്രീയത്തെ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വൈകാരികമാക്കിയിട്ട് ഇതിനെ കുളമാക്കി BJPയുടെ ഇംഗിതത്തിന് സ്വയം വശംവദരാകരുത് എന്ന് എല്ലാവരോടുമായി പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ ഷാബ് പ്രസാദ്, ഇവിടെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ SBI എന്ന് പറയുന്ന രാജ്യത്തെ പരമോന്നത, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബാങ്ക്, സുപ്രീം കോടതിയിൽ ഇത്രത്തോളം ഡീറ്റെയിൽ ഇന്ത്യയിൽ അവർക്ക് ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുത്തത് ആരാണ്, അത് ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയാൻ മുട്ടുപറയാണ്. അവർ പറയില്ല. സാങ്കേതികമായി എന്തൊക്കെയോ അവർ തലചൊറിഞ്ഞ് നിൽക്കുന്നു. സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം കൊടുക്കും. നാളെ ആ രേഖകൾ പുറത്തു വരികയാണ്. രേഖകൾ പുറത്തു വന്നപ്പോഴും BJPക്ക് എത്ര കൊടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരില്ലെന്ന് അത് നാളെ വരട്ടെ. അങ്ങനെ SBI നാണം കിട്ടുന്ന ദിവസമാണ്. അതുവഴി BJPക്കും കേന്ദ്ര സർക്കാരിനും തിരിച്ചടി കിട്ടിയൊരു ദിവസമാണ്. അത് പറയാൻ ധൈര്യമില്ല. ഇപ്പോൾ എന്താണ്, ഏത് കോർപ്പറേറ്റ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര കോടി കൊടുത്തു എന്ന് പറയാൻ ധൈര്യമില്ലാത്ത നിൽക്കുന്ന ഒരവസ്ഥയിൽ അതടക്കം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് 11 മണിക്കൂറിലെ ഈ വിജ്ഞാപനം ഇറക്കൽ എന്ന് ആരോപിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ ശ്രീ ഷാബ് പ്രസാദ്? അല്ല,
ആരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരോപിക്കുന്നതിൻ്റെ അകത്ത് എന്താ ഇവിടെ തെറ്റെന്താ? ആർക്ക് ഇഷ്ടമുള്ളതോ ആരെയും എന്തും പറയാം, എന്തും ആരോപിക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ആരോപിച്ചോളൂ, ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപിച്ചോളൂ. അതിൻ്റെ അകത്ത് ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ സുപ്രീം കോടതിയും SBIയും തമ്മിലുള്ള ഇടപാടിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് എന്താ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെയും വിചാരിക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് SBI എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരോപിക്കാം. അത് എന്തുമായിക്കോട്ടെ, എന്താണെങ്കിലും ആ കാര്യത്തിൽ ഇന്ന് തീരുമാനമായിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ പുറത്തു വരും. നമുക്കത് അന്നേരം ചർച്ച ചെയ്യാം. പിന്നെ ഈ CAAയുടെ കാര്യം, ഈ CAA 2019 ഡിസംബറിൽ നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട ലോ ഓഫ് ലാൻഡാണ് ഹാഷ്മി. ലോ ഓഫ് ലാൻഡാണത്. അത് ഇനിയിപ്പോൾ നടക്കില്ല എന്നൊന്നും പറയാനൊന്നും ഇവിടെ ആർക്കും കഴിയില്ല. പിന്നീടത് നടപ്പാക്കാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വൈകി. കോവിഡ് വന്നു, അങ്ങനെ പല കാര്യങ്ങൾ 2 വർഷത്തേക്ക് അങ്ങനെ പോയി. അത് വൈകി. അത് ഈ എത്രയോ കാലമായിട്ടുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണത്. 2014 മുതലുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ഈ 2019 തെരഞ്ഞെടുപ്പിൽ 2019 പാസ്സാക്കിയ ഈ നിയമം ഇതുവരെ നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾ പിന്നെ എന്തിന് നടക്കുകയാവേ എന്ന് നാളെ നരേന്ദ്രമോദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളത് ചോദിക്കുന്നതിന് മുമ്പ് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം എക്സിക്യൂട്ട് ചെയ്യാനുള്ള അതാണ് അവർ ചെയ്തത്. ബ്രഹ്മം വിചാരിച്ച് തടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ 100 ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. അത് കേട്ടപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പറയുന്നത് ഇതിപ്പോ സ്റ്റേ ആണ് ആവശ്യം. സ്റ്റേ ആവശ്യം ഉദിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ചട്ടങ്ങൾ നിലവിൽ വന്നില്ല, അതുകൊണ്ട് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിയിൽ പറഞ്ഞവരാണ് ശ്രീ ശ്യാമ പ്രസാദ്. അപ്പോൾ കോടതി കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ചട്ടം നിലവിൽ വരുമ്പോൾ സ്റ്റേ ആവശ്യം നിലനിൽക്കും. കോടതിയിലേക്ക് പോകും. കോടതിക്ക് തടയാൻ കഴിയുന്നതല്ലേ? ആരെ കൊണ്ട് വിചാരിച്ചാലും തടയാൻ കഴിയാത്തതാണോ അത്? ഇനിയും കോടതി വരട്ടെ. ഇനി ഇല്ല, ഭരണഘടനാ വിരുദ്ധമായൊരു നിയമം അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കിടന്ന് കുറേ ഒച്ചയും വിളിയും ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാര്യം അത് രാജ്യത്തെ നിയമമായി കഴിഞ്ഞ കാര്യമാണ്. ഇനിയും കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് കോടതിയുടെ തീരുമാനങ്ങളും വിധിയും വരട്ടെ. അത് നമുക്കത് അന്നേരം ആലോചിക്കാം. പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശ്രീ നൗഷാദ് അലിയും ആരാണ് CR നീലകണ്ഠനും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ നൗഷാദ് അലി പറഞ്ഞത് കറക്റ്റാണ്. നൗഷാദ് അലി പറഞ്ഞ ആ ഒരു താങ്കൾ ചോദിച്ച ചോദ്യവും നൗഷാദ് അലി പറഞ്ഞത് ഇത് BJPയുടെ ഒരു കുതന്ത്രമാണെങ്കിൽ നിങ്ങൾ എന്തിനിത് ഇതിൻ്റെ അകത്ത് പോയി വീഴുന്നു? അല്ലാതെ ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് അവഗണിച്ചു വിട്. നമ്മുടെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധം നിൽക്കുന്നതായതുകൊണ്ടാണ്. കൗശലവും ശരി, അത് BJPയുടെ ഉദ്ദേശം താങ്കൾ പറഞ്ഞ ധ്രുവീകരണമാണെങ്കിൽ കൂടിയും അത് ഭരണഘടനയുടെ ഘടകവിരുദ്ധം നിൽക്കലാണ്. അപ്പൊ ചോദ്യം ചെയ്യണ്ടേ, അല്ലെങ്കിൽ പറയണ്ടേ, ചർച്ച ചെയ്യണ്ടേ, സംസാരിക്കണ്ടേ? ഇനി ഹാഷ്മി എനിക്കൊരു 3 മിനിറ്റ് സമയം തരൂ. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്മാരെയും ബാധിക്കുന്ന നിയമമല്ല. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എതിരല്ല. പിന്നെ നിങ്ങളുടെ ഒരു ചോദ്യം, ആ ചോദ്യം ഒരു പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യനാണ് ഇവിടെ ഉയരുന്നത്. അതിൻ്റെ ഒരു ഹാഫ് ട്രൂത്ത് മാത്രമേ ആവുന്നുള്ളെങ്കിൽ പോലും എന്തുകൊണ്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്കല്ലാത്തവർക്കും മാത്രം കൊടുക്കുന്നു? ഇത് വിവേചനമല്ലേ എന്നുള്ളതൊരു പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ അതിന് മറുപടി പറയാം. ഇതാണ്, ഈ നിയമത്തിന് വിഭജന കാലം മുതലുള്ള ഒരു ചരിത്രമുണ്ട്. 1947 വിഭജനത്തെ തുടർന്ന് ഇവിടെ നിന്ന് നമ്മൾ ആ കാലത്ത് ഒരുപാട് ചർച്ച ചെയ്താണ്. ഇതിലെ പ്രശ്നം എന്താണ് ശ്യാമപ്രസാദ്? ഇപ്പൊ ഇവിടെ ജനിച്ചു വളർന്ന പൗരന്മാരായ മുസ്ലിങ്ങളാവട്ടെ ഹിന്ദുക്കളാവട്ടെ ഇവിടെ ജനിച്ചു വന്ന പൗരന്മാരായ ആരുടെയും പൗരത്വം എടുത്തു കളയാൻ BJP അപ്രദേശം നടക്കും? അത് നടക്കില്ല. അത് താങ്കൾ പറയണ്ട. അത് ആരുടെ ഔദാര്യമോ അല്ല, അതാരും പറയുകയും വേണ്ട. അത് അങ്ങനെ തന്നെയാണ്. അതിപ്പോ ആരെങ്കിലും വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? നടക്കില്ല. ഇവിടെ പ്രശ്നം എന്താണ്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം ചരിത്രത്തിൽ ആദ്യമായി പോയി. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. വസ്തുത പൊതുജന പ്രേക്ഷകർ കേൾക്കുന്നതിൽ നിങ്ങൾ മതാടിസ്ഥാനത്തിൽ 3 രാജ്യം പോലും അല്ല, മതാടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ ഷാബു? നിങ്ങൾ അതിനെ ഭയപ്പെടുന്നു. സർ, മതാടിസ്ഥാനത്തിൽ ചെറിയ ചോദ്യം നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് മതാടിസ്ഥാനത്തിൽ പൗരത്വ നിർണ്ണയം ഭരണഘടനയ്ക്ക് അനുസൃതമാണോ ഷാബു പ്രസാദ്? എനിക്ക് പറഞ്ഞതേ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആക്കിയേ പറ്റുള്ളൂ. എനിക്ക്
ഇത് 1950 നെഹ്റുവും ലിയാഖത്ത് അലി ഖാനും ചേർന്നുണ്ടാക്കിയ ഒരു പാക്റ്റ് ഉണ്ട്. അതാത് രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളത്. ഇന്ത്യ ആ വാക്ക് പാലിച്ചു, പാകിസ്ഥാൻ അത് പാലിച്ചില്ല. അപ്പോൾ ആ പാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭാരതത്തിനുണ്ട്. ഇത് അന്ന് ജവഹർലാൽ നെഹ്റു കൊടുത്ത വാഗ്ദാനമാണത്. അതിനുശേഷം ഗുൽസാരിലാൽ നന്ദ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ജവഹർലാൽ നെഹ്റു അന്നത്തെ ആസാം മുഖ്യമന്ത്രിക്ക് എഴുതിയ ഒരു കത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ എന്താണെന്ന്? മുസ്ലിം ഇല്ലീഗൽ യു ഹാവ് ടു സെഗ്രിഗേറ്റ് മുസ്ലിം. സർ, നെഹ്റു ആണല്ലോ ഇപ്പൊ എല്ലാത്തിനും കുറ്റം. എന്റെ ചോദ്യം വളരെ ലഘുവായ ചോദ്യം. സർ, വളരെ ലഘുവായ ചോദ്യം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നത് ഭരണകൂടം ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യമായ നിയമസംരക്ഷണവും നിഷേധിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ ഇക്വാളിറ്റി ബിഫോർ ലോ. സർ, നെഹ്റു ഷാവുപ്രസാദ് BJP അധികാരമേറ്റതിന് ശേഷം രാജ്യത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും കുറ്റം നെഹ്റു ആണല്ലോ. അതങ്ങനെ നിൽക്കട്ടെ. ശരി, ഞാൻ ഷാബു പറയുന്ന അംഗീകരിക്കുന്ന അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലവും മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പ്രസംഗിച്ച അടക്കം ഞാൻ പറയുന്നു. മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ ഇക്കാര്യം അടക്കം പറഞ്ഞത് ഞാൻ അനുസ്മരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ ചോദ്യം ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളതാണ്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മതാടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. താങ്കൾക്ക് അതിലേക്ക് നേരിട്ട് മറുപടി പറ്റില്ല, കാരണം അതുകൊണ്ടാണത്. ഒന്നും അവിടെ നിൽക്കണ്ട, പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും, അപ്രിയ സത്യങ്ങൾ പറയുക തന്നെ ചെയ്യും. ഈ CAA ചരിത്രം തുടങ്ങുന്നത് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടാണ്. ആ കാലം വളരെ നീണ്ട ഒരു ചരിത്രം അതിനുണ്ട്. ഈ രാജ്യങ്ങളിലെ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഭാരതത്തിന്റെ ബാധ്യതയെപ്പറ്റി ആവർത്തിച്ച് ഇവിടെ സർവ്വ സർക്കാരുകളും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 അറിയോ? താല്പര്യം ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ 14 അറിയോ താങ്കൾക്ക്? ആർട്ടിക്കിൾ 14 അല്ല ഇത്. ഈ രാജ്യം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 ഈ രാജ്യത്തെ പൗരന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് അന്താരാഷ്ട്ര കമ്മിറ്റ്മെന്റ് ആണ്, ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ് ആണ്. വിഭജന കാലത്തുണ്ടായ ആ മുറിവുണക്കുന്നതിന് വേണ്ടി അത് തന്നെയാണ്. അത് തുടങ്ങി വെച്ചത് ജവഹർലാൽ നെഹ്റു പൂർത്തിയാക്കാൻ നരേന്ദ്രമോദി വന്നു. ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യമായ നിയമസംരക്ഷണം നിഷേധിക്കാൻ പാടുള്ളതല്ലെന്ന് പറയുന്നത്. ഇപ്പൊ ഷാബു 2014 ഡിസംബർ 31 ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഇതെങ്ങനെ ആർട്ടിക്കിൾ 14 വിരുദ്ധമാകും? നിയമം ആർട്ടിക്കിൾ 14 വിരുദ്ധമല്ല. ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിക്കുന്നതുമല്ല. 2014 ഡിസംബർ 31 യാഥാർത്ഥ്യം. നിങ്ങൾ എന്ത് വേണേ പറയുന്നതൊക്കെ ഒരു ചർച്ച വന്നിരുന്നു. താങ്കൾക്ക് പറയാനുള്ളത് ആകാശവാണി പോലെ മൻ കി ബാത്ത് പറയുന്നതാണ്. മൻ കി ബാത്ത് മാതൃകയാക്കല്ലേ? കേൾക്കങ്ങോട്ട്. സർ, മൻ കി ബാത്ത് മാതൃകയാക്കല്ലേ? അങ്ങോട്ട് കേൾക്ക്. നിങ്ങൾ ആരും എന്ത് പറഞ്ഞു എന്ന് പറയലാണോ ചർച്ച? അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ മര്യാദ വേണ്ട. ശരി, ഞാൻ പറഞ്ഞോട്ടെ. 2014 ഡിസംബർ 31 മുമ്പ് ഇവിടെ താമസിച്ച ഈ 3 രാജ്യങ്ങളിലെ റിലീജിയസ് മൈനോറിറ്റീസിന് ഇവിടെ പൗരത്വം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നിയമം. ശരി, ഓക്കെ. എനിക്കറിയാം, നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. കുഞ്ഞിക്കണ്ണൻ 2014 ഡിസംബർ 31 മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ഹിന്ദുവും ക്രിസ്ത്യനും ജൈനനും ബുദ്ധനും മുസ്ലിമും ഇപ്പോൾ അതൊരു ഷിയ അല്ലെങ്കിൽ അഹമ്മദിയ വിശ്വാസക്കാരനായ അവിടങ്ങളിൽ ഈ ഷാവുപ്രസാദ് നേരത്തെ പറഞ്ഞ പ്രോസിക്യൂഷൻ നേരിടുന്ന ഒരു മുസ്ലിം ആണെന്ന് വെക്കൂ. അവർ വന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണെന്നും വെക്കൂ. പൗരത്വത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചാൽ ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധന്മാരുടെ പൗരത്വം അംഗീകരിക്കപ്പെടുകയും മുസ്ലിങ്ങൾക്കെതിരെ റിലീജിയസ് പെർസിക്യൂഷൻ ഉണ്ടോ? ഉണ്ട് ഷാബു. അഹമ്മദിയാക്കൾ, ഷിയാക്കൾ ഉണ്ട് ഷാബു. അഹമ്മദിയാക്കൾ, ഷിയാക്കൾ. ഒരൊറ്റ മിനിറ്റ്, അവർക്ക് പൗരത്വം കൊടുക്കണ്ടേ? അതായത് അവർക്ക് പൗരത്വം കൊടുക്കണോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നു ഞാൻ പറയുന്നു. മുസ്ലിങ്ങളിലെ അവാന്തര വിഭാഗങ്ങൾ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നു ഞാൻ പറയുന്നു. അത് അഹമ്മദിയാക്കളാണ്, ഷിയാക്കളാണ് ഞാൻ പറയുന്നു. അവാന്തര വിഭാഗം ഈ പറയുന്നത് ലോകം മുഴുവനും പ്രശ്നമുണ്ട്. അതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഈ അപേക്ഷ സമർപ്പിച്ചാൽ ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധന്മാരുടെ പൗരത്വം അംഗീകരിക്കപ്പെടുകയും മുസ്ലിമിന്റെ അപേക്ഷ നിരസിക്കപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന്
കാരണം മതമാണ്, അത് ആർട്ടിക്കിൾ 14 ലംഘനമാണെന്നാണ് പറയുന്നത്. താങ്കൾ മാത്രമേ പറയുന്നത്, ബാക്കി ആരും കേൾക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നടക്കുമോ? അല്ല, ആർട്ടിക്കിൾ 14 ഇവിടുത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. ഇത് ഇവിടുത്തെ പൗരന്മാരെ സംബന്ധിക്കുന്ന നിയമമല്ല സർ. പൗരത്വത്തിന് മതം ഇക്കാലം അടിസ്ഥാനമായിരുന്നില്ല സർ. സംബന്ധിക്കുന്ന നിയമമല്ല ഈ നിയമം. സർ, ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്കുമ്പോൾ തുടങ്ങിയതല്ല നമ്മുടെ രാജ്യം. പൗരനെ സർ, ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റപ്പോൾ തുടങ്ങിയതല്ല നമ്മുടെ രാജ്യം. 1947 മുതലും അതിനു മുമ്പും നമ്മുടെ രാജ്യം ഇവിടെയുണ്ട്. 47 മുതൽ നമുക്ക് പൗരത്വ നിയമമുണ്ട്, 59 അടക്കം പൗരത്വ നിയമമുണ്ട്, ഭേദഗതി ഉണ്ടായിട്ടുണ്ട് പല ആവർത്തി. ആ ഭേദഗതികളിൽ മതം ഘടകമായിട്ടില്ല ഷാബു. ജവഹർലാൽ നെഹ്റുവും ഗുൽസാരിലാൽ നന്ദയും ഇന്ദിരാഗാന്ധിയും ഒക്കെ പിന്തുടർന്ന അതേ നയമാണിത്. വേറൊന്നുമല്ല ഇത്. താങ്കൾക്ക് അന്ന് മുതലുള്ളതാണത്. അത് നടപ്പാക്കാൻ ഇപ്പോൾ നരേന്ദ്രമോദി അറിവില്ലായ്മ പറയുന്നതാണ് ഇപ്പൊ പറയുന്നത്. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിക്കുകയാണ്. ചരിത്രത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക്. അതെ, താങ്കൾക്ക് അറിവില്ലായ്മയാണ് സംബന്ധിച്ചു. അതെ, അറിവില്ലായ്മയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് പൗരത്വ നിയമങ്ങൾ ഉണ്ടെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി മതം അതിന് അടിസ്ഥാനമാകുന്നതിനാണ് ചോദ്യം ചെയ്യുന്നത്. അതാണ് പ്രശ്നം. അറിവില്ലായ്മയാണ് പ്രശ്നം. ഓക്കെ, അറിവില്ലായ്മയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് സാർ, അറിവില്ലായ്മയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് അറിവില്ലായ്മയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് പോട്ടെ, അത് വിട്ടേക്ക് പഠിക്കാം, നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മ മാറുമല്ലോ. അത് പഠിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മ മാറും. ഓക്കെ, വിട്ടേക്ക്. ശരി, അറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നു നിങ്ങൾ. ഷാബു, താങ്കൾ തന്നെ പറയുന്നു, താങ്കൾ വേറെ ആരും താങ്കൾ പറഞ്ഞ ഒരു പ്രശ്നമല്ല, താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആകാശവാണി പോലെ. എന്നിട്ട് പിന്നെയും ഞാൻ പറയുമ്പോൾ ഇടപെടുകയാണോ? താങ്കൾ ഒന്നും പ്രശ്നമല്ലോ. അപ്പം നമ്മുടെ ഒറ്റ എത്താം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുകയാണ്, ഇവിടെ ഇത് ചെയ്യില്ല, ഇവിടെ നടപ്പാക്കില്ല. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ സംസ്ഥാനത്തിന്റെ ഒരു ഔദാര്യം വേണ്ടാന്നേ. അവർ കേന്ദ്ര സർക്കാർ ഒരു പോർട്ടലുണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. ആ പോർട്ടലിൽ അപേക്ഷിക്കാം. ആ പോർട്ടലിൽ അവിടെ ഈ കാര്യം പ്രൊസീജിയറിൽ എന്താണ് നടപ്പാക്കും. അത് പൗരത്വം വേണോ വേണ്ടോ തീരുമാനിക്കും. അവിടെ സംസ്ഥാനത്തിന്റെ റോൾ എന്താണ് കെ ടി കുഞ്ഞിക്കണ്ണൻ? അല്ല, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഫെഡറലിസം നൽകുന്ന അധികാര വ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ എല്ലാ നയങ്ങളെയും എല്ലാ ഭരണഘടനാ വിരുദ്ധ തീരുമാനങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ കേരളം മുന്നിൽ നിൽക്കും. 2019 മുതൽ ഈ പൗരത്വ നിയമ നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ അതിശക്തമായ നിലപാട് കേരളം എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിന് മുൻകൈക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിഷയം അതിലേക്ക് ചുരുക്കേണ്ട ചർച്ച. ഇവിടെ ഷാബു പ്രസാദൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത്രയും അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കാൻ കാരണമുണ്ടായി? ഇങ്ങനെ ഒരു ചട്ടപ്രഖ്യാപനം ഉണ്ടായി? അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരാണ് ഈ രാജ്യം ഭരിക്കുന്നവർ. ഷാബു പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹപരമായ ഒരു ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വൃഥാ ഇവിടെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ BJP-ക്കാരും RSS-കാരും നിർത്താൽ 48 പ്രാവശ്യം രാജ്യദ്രോഹം പറയുന്നവരാണ്. മുസ്ലിംകൾക്കെതിരായിട്ട്, കുക്കികൾക്കെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് രാജ്യദ്രോഹം പറയുന്നവരാണ്. എന്താണ് ഇവിടെ കോടതിയിൽ ഉണ്ടായത്? സുപ്രീം കോടതി ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടുമായി സുപ്രധാനമായ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുക. എന്താ വിധി? ആ വിധി ഫെബ്രുവരി 15-ാം തീയതി വന്നു. 26 ദിവസം കഴിഞ്ഞു. ഇതുവരെ SP എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞ കോടതി കൽപ്പിച്ച ദിവസത്തിൽ അകത്ത് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, വിവരങ്ങൾ കോടതിക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയില്ല. ഇലക്ഷൻ കമ്മീഷൻ നൽകിയില്ലെന്ന് മാത്രമല്ല, അത് നൽകേണ്ട ഡേറ്റ് മാർച്ച് 6 ആ ദിവസമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഒരാൾ രാജിവെക്കുന്നത്. അത് വളരെ സുപ്രധാനമാണ്. അത് രാജ്യമെത്തപ്പെട്ട അപകടകരമായ ഒരു ചരിത്ര സന്ധിയുടെ സൂചനയാണ്. എന്താണ് ആ സൂചന? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ മോഡിയുടെ അമിത്ഷായുടെയും ഒക്കെ തന്നെ നിഗൂഢമായ ബന്ധങ്ങളും കള്ളപ്പണവും കള്ളക്കളികളും ഒക്കെ പുറത്തു വരാൻ പോവുകയാണ്. അത് തടുത്തു വെക്കാൻ, അത് മറച്ചു വെക്കാൻ SPI സമ്മർദ്ദം ചെലുത്തി. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ജൂൺ മാസം 30 വരെ അവധി വേണമെന്ന് പറഞ്ഞു. അതിനെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത്, കോർട്ട് ലക്ഷ്യമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി നാളെ വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഞാൻ ഇടയ്ക്കിടെ പറഞ്ഞോട്ടെ. അതായത് ഈ പറയപ്പെടുന്ന വിവരങ്ങളൊന്നും നാളെ പുറത്തു വരാൻ പോകുന്നില്ല. നാളെ പുറത്തു വരാൻ പോകുന്ന വിവരങ്ങൾ എന്താണ്? ഈ പറയുന്ന ഏതൊക്കെ കമ്പനികൾ എത്ര പണം മുടക്കിയെന്ന് അറിയാൻ കഴിയും, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക കിട്ടിയെന്ന് അറിയാൻ കഴിയും. അതല്ലാതെ ഏതൊക്കെ കോർപ്പറേറ്റുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര കോടികൾ മറിച്ചു, അതിന് പ്രത്യുപകാരമായി അവർക്ക് എന്ത് തിരിച്ചു കിട്ടി തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇനിയും വരാൻ വൈകും. കെ ടി കുഞ്ഞിക്കണ്ണൻ, അതായത് പൗരൻ അറിയേണ്ട വിവരങ്ങൾ ഇനിയും വൈകും.
ഉള്ളത്. അല്ല, അതിന്റെ പ്രൊസീജിയർ, അതിന്റെ ഒരു നടപടി, അതിന്റെ ഒരു പ്രക്രിയയിലാണ് നമ്മൾ. ആ പ്രക്രിയ വളരെ ഗൗരവമാണ്. ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് ആസ്മിക്ക് അറിയില്ലേ ഇതൊക്കെ ഒരു പുതിയ കാര്യമാണ്? 2017 ബജറ്റ് പ്രസംഗത്തിന് ശേഷം 2018 ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് മിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി എന്താ ചെയ്തത്? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൽ ഗുരുതരമായ ഭേദഗതി വരുത്തുക. വിദേശ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്നത് പരിശോധിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിനോ നമ്മുടെ രാജ്യത്തെ ധനകാര്യ വകുപ്പിനോ അധികാരമില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ കുറ്റകരമായ അധാർമികമായ സ്രോതസ്സുകളിൽ നിന്ന് പണം സ്വീകരിക്കാൻ, വിദേശ സാമ്രാജ്യത്വ കേന്ദ്രങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാൻ ഇവിടുത്തെ ഭരണവർഗ പാർട്ടികൾക്ക് അവസരം കൊടുക്കുന്ന, അനുവാദം കൊടുക്കുന്ന രാജ്യദ്രോഹപരമായ ഒന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. വളരെ കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയാം. മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ബുദ്ധിമാനായ പരിണിതപ്രജ്ഞനായ അഭിഭാഷകനായ അരുൺ ജെയ്റ്റ്ലി ആ നിയമം കൊണ്ടുവന്ന്, ആ നിയമം കൊണ്ടുവന്ന പശ്ചാത്തലം അശ്മി ഓർമ്മിക്കുന്നുണ്ടോ? വേദാന്ത എന്ന് പറയുന്ന UK കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി. നമ്മുടെ വിഷയം താങ്കൾ എന്നോട് ആ വിഷയമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ആ പ്രൊസീജിയറിന്റെ പ്രാധാന്യം മാധ്യമപ്രവർത്തനം എനിക്കറിയില്ല എന്ന് ചോദിക്കുകയുണ്ടായി കെ.ടി. കുഞ്ഞിക്കണ്ണൻ. ഇവിടെ എസ് ബി ഐ പറയുകയാണ് ഇത്ര വലിയ ഡേറ്റയാണ്, 2 ലക്ഷം ജീവനക്കാരുള്ള SBI പറയുന്നത് ഇത്ര വലിയ ഡേറ്റയാണ്, അതുകൊണ്ട് 26 ദിവസം പോരാ, 4 മാസം വേണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇതൊരു വട്ടമേശ എടുത്തിട്ട് ചുറ്റും കൂടി എണ്ണുവാണോ? അല്ല, ഒറ്റ ക്ലിക്കിൽ വിവരങ്ങൾ അറിയാവുന്ന സാധനം 26 ദിവസം കൊടുക്കാൻ പറ്റത്തില്ല, 4 മാസം പിന്നെയും വേണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ആ വിവരങ്ങൾ പുറത്തേക്ക് വരരുതെന്ന ആഗ്രഹത്തിലാണ്. ആ വിവരങ്ങൾ പുറത്തേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന SBI ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്ക് ഏതൊക്കെ ആൾക്കാർ കോടികൾ കൊടുത്തു എന്ന വിവരം പെട്ടെന്ന് വരാമെന്നിരിക്കെ അത് പുറത്തു വിടുമെന്ന് കരുതണോ? നമ്മൾ അത്ര നിഷ്കളങ്കരാവണോ? ഇലക്ഷൻ കഴിയും കെ.ടി. കുഞ്ഞിക്കണ്ണൻ പുറത്തു പറഞ്ഞെങ്കിൽ അശ്മി അത്ര നിഷ്കളങ്കരാവണ്ട. നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിൽ, ജുഡീഷ്യറിയിൽ അതിന്റെ എല്ലാവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും അത് ചിലപ്പോഴെന്താണ് നീതിപൂർവ്വം പെരുമാറാം, അത് ജുഡീഷ്യൽ ആവാം എന്ന ആശ്വാസം, എന്നൊരു സമാധാനം പുലർത്തുന്ന ആളാണ് ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ഇപ്പോൾ കോടതി ആരംഭിച്ചിരിക്കുന്ന ഈ നടപടിക്രമങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് പൗരത്വ നിയമത്തിനുള്ള ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് അപകടകരമായ രീതിയിൽ ഈ രാജ്യത്ത് വിഭജനമുണ്ടാക്കുക, ധ്രുവീകരണമുണ്ടാക്കുക, വർഗീയ അന്തരീക്ഷം ഉണ്ടാക്കുക, കലാപങ്ങളിലേക്ക് രാജ്യത്ത് എത്തിക്കാൻ കഴിയുമോ എന്ന ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്രയും പ്രകോപനപരമായ ഒരു വിജ്ഞാപനം ഇന്ന് നരേന്ദ്രമോദി ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ തന്നെ അതിനെ കാണണം. ഇനി ഭരണഘടനാ വിരുദ്ധമാണ് ഷാബു പ്രസാദ് ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ നിയമമുണ്ടല്ലോ ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഇവിടെ പൗരന്മാരൊന്നും ആകേണ്ട കേട്ടോ, ഇവിടെ താമസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്ത്രീയോ പുരുഷനോ ജാതിയോ മതമോ പ്രദേശമോ ഭാഷയോ വ്യത്യാസമില്ലാതെ നീതിയുടെ നിയമത്തിന്റെ തുല്യമായ പരിഗണന കിട്ടണമെന്നാണ്. നിയമപരമായ ഏതെങ്കിലും വിവേചനം അവർ നേരിടുന്നെങ്കിൽ അത് കുറ്റകരമാണെന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14ന്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ഈ ഭേദഗതി, ഈ പൗരത്വ നിയമ ഭേദഗതി തീർച്ചയായിട്ടും എന്താണ്? ഭരണഘടനാ വിരുദ്ധമാണ്. ആ ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതിയെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എതിർക്കും, വ്യക്തികൾ ഇറക്കും, പ്രസ്ഥാനങ്ങൾ എതിർക്കും, രാഷ്ട്രീയ കക്ഷികൾ എതിർക്കും, എല്ലാവരും എതിർക്കും. അതിനെ അതിശക്തമായി പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ കെ.ടി. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് തുടർച്ചയിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ തന്നെ വാദിക്കുന്നത് അൺചെക്ഡ് ഫോറിൻ ഫണ്ടിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ വിച്ച് കുഡ് ലീഡ് ടു ഇന്ത്യൻ പൊളിറ്റിക്സ് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫോറിൻ കമ്പനീസ് എന്ന് പറയുകയാണ്. ഇപ്പോൾ നേരത്തെ വന്ന ടിക്ടോക്ക് പോലെയുള്ള ഇവിടെ പിന്നെ നിരോധിക്കപ്പെട്ട കമ്പനികൾ PMKS ഫണ്ടിലോട്ട് പണം കൊടുത്തെങ്കിൽ ഇപ്പോൾ ചൈനക്കാരൻ്റെ ഒരു ബിനാമി കമ്പനി ഇന്ത്യയിലുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകാൻ അവർക്ക് കഴിയും എന്ന് പറയലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അതിർത്തിയിൽ കമ്പും കല്ലും കുറുവടിയും ചെമ്പ് കമ്പിയും കൊണ്ട് നമ്മുടെ സൈനികരെ തല്ലിക്കൊന്ന ശത്രുരാജ്യത്തിൻ്റെ പണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലുണ്ടോ എന്ന് വെളിവാക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് SBI മൗനത്തിൻ്റെ പുനത്തിലേക്ക് ഒളിച്ച് പേടിച്ച് മുട്ടുപറയ്ക്കുന്നത്. അത് പുറത്തു വരാതിരിക്കേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ് ശ്രീ CR നീലകണ്ഠൻ? പല ശ്രദ്ധ തിരിക്കൽ ഉദ്ദേശങ്ങൾ ഉണ്ടാകും. ഒരു സംശയമില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യസ്നേഹം പറയുന്നത് അതിരാജ്യസ്നേഹം കപടമാണ്. അതിപ്പോൾ നമുക്ക് ചരിത്രം എവിടെ നോക്കിയാലും അറിയാം. അതിരാജ്യസ്നേഹം, അതിൽ കടന്നൊരു രാജ്യസ്നേഹം പറയുന്നത് കപടമാണ്. അതിൻ്റെ പിന്നിൽ മറ്റ് അജണ്ടകളാണുള്ളത്. അവർക്ക് ഒരു ദേശീയതയില്ല, ദേശീയബോധമില്ല. ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളല്ലേ, ജനങ്ങളെ മുന്നിൽ കാണുന്ന ഒരു സംഗതിയല്ല, ഒരു വിഭാഗത്തിനെ കാണുന്നതല്ലല്ലോ ദേശീയത എന്ന് പറയുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. 2019 സുപ്രീം കോടതി ഗൊഗോയുടെ ബെഞ്ച് കൃത്യമായി പറഞ്ഞതല്ലേ അന്ന് ഈ ബോണ്ടിന്റെ കേസ്, ADRന്റെ കേസ് വരുമ്പോൾ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സിന്റെ കേസിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അത്? നിങ്ങൾ എപ്പോഴാവശ്യപ്പെട്ടാലും ഇതിന്റെ മുഴുവൻ വിവരങ്ങളും നൽകാൻ നിങ്ങൾ തയ്യാറായിരിക്കണം
എന്ന് അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഇലക്ഷൻ കഴിഞ്ഞ് പോയി. അന്നും ഇതുപോലെ ഹാഷ്മി ഓർമ്മിക്കുണ്ടാവും 2020 ഒരു ഇലക്ഷൻ കമ്മീഷണർ ഇവിടുന്ന് വിട്ടുപോയി. പിന്നെ അയാൾ വേറെന്തോ ഒരു ജോലിക്ക് പോയി ADB-യിലൊക്കെ. അതുകൊണ്ട് അവിടെയും തർക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതാണ്. മോഡി വിശ്വസ്തനായി ഏൽപ്പിച്ച ഒരുത്തനാണ് ഇറങ്ങിപ്പോയത്, അരുൺ ഗോയൽ. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തുവിടേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്തിനാ അവിടെ പോയിരുന്നേ? ഇത് ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ആർട്ടിക്കിൾ 14 കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ശരിയാ വരുന്നത്. ഓൾ എന്ന് തന്നെയാണ് ആർട്ടിക്കിൾ 14 ഉപയോഗിക്കണേ. ഓൾ ആർട്ടിക്കിൾ 14 നിയമം പഠിച്ചവർക്കറിയാം. ആർട്ടിക്കിൾ 14 19 21 ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് സിറ്റിസൺ ഉള്ളതാണ്, ആർട്ടിക്കിൾ 14 ഓൾ എന്നാണ്, എല്ലാവർക്കും. അപ്പോൾ ഇനി ഇതിൽ ഇന്ത്യ ഒരു ചോദ്യം, നെഹ്റുവിന് എന്തായാലും ഇപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് നെഹ്റു ഒരു നല്ല കാര്യം ചെയ്തു എന്ന് BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് അംഗീകരിക്കുകയാണ്. ഇവിടെയുള്ള IIT-കളോ IAS-കളോ റിസർച്ച് സ്ഥാപനങ്ങളോ ഒന്നും നെഹ്റു ചെയ്തില്ല, ഒക്കെ മോഡി വന്നിട്ടുണ്ടായതാണ്. ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും JNU പോലും ഇപ്പോൾ മാറ്റണം, പേര് മാറ്റണം, നെഹ്റുവിന്റെ പേരായതുകൊണ്ട് മാറ്റണം എന്ന് പറയുന്നവര് ഒരു കാര്യം നെഹ്റു പറഞ്ഞത് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, അതവിടെ നിൽക്കട്ടെ. പ്രശ്നം അതല്ല. ഈ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഇതിൽ വന്നേ? അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഈ കരാറിലുള്ളത്? അഫ്ഗാനിസ്ഥാൻ വേറൊരു രാജ്യമാണ്, ഇന്ത്യ ആയിട്ടുള്ള വിഭജനത്തിൽ പെടുന്ന ഒരു രാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ ചരിത്രത്തിൽ. അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഇപ്പം ഇതിൽ വന്നേ? അവിടെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞത് അങ്ങനെ ന്യൂനപക്ഷങ്ങളോട് പീഡിപ്പിക്കപ്പെടുന്നവരോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, ബർമ്മയിൽ റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ട്, അവിടെ ബുദ്ധിസ്റ്റ് രാജ്യമാണ്. നേപ്പാളിൽ നാളെ ഒരു മുസ്ലിം പറയാണ് ഞാനിവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇനി ഏത് വിഭാഗമാണെങ്കിലും മതേതര ഇന്ത്യ എനിക്ക് അഭിമാനമാണ് എന്ന് ഒരു മുസൽമാൻ പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ വരാൻ അവകാശമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ദേശസ്നേഹം എന്ന് പറയുന്നത് കപടമാവുകയും ദേശസ്നേഹത്തിന്റെ ഇത്തരം ടെക്നിക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുക. അത് മോഡി വളരെ തമാശ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയുടെ ബോണ്ടിന്റെ വിധി വന്നപ്പോൾ കുചേലൻ കൃഷ്ണന് അവില് കൊടുത്തൊരു കഥ പറഞ്ഞു. എനിക്ക് ചിരിയും സന്തോഷവും സങ്കടമൊക്കെ വന്നു. കുചേലൻ കൊടുത്ത നെല്ലും കല്ലും കലർന്ന അവിലാണോ ഈ വലിയ ഫോറിൻ കമ്പനികൾ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള തട്ടിപ്പ് കമ്പനികൾ ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നത്? അദാനി കൊടുക്കുന്ന അവില് കല്ലും നെല്ലും കലർന്ന അവിലാണല്ലോ അദാനി കൊടുക്കുക, അല്ലെ? അപ്പൊ കൃഷ്ണനും കുചേലനും, മോഡി കൃഷ്ണനും കുചേലൻ കൊണ്ടുകൊടുക്കുന്ന അവില്. അപ്പൊ ഒരു ഗുണം കൂടി ഉണ്ട് അവിടെ. കൃത്യമായ ഇത് വന്നു. കുചേലൻ എന്താ തിരിച്ചു കൊടുത്തതെന്ന് ഓർമ്മയുണ്ടല്ലോ, അല്ലെ? കൊടുത്ത അവിലിന്റെ പല മടങ്ങ് കുചേലന് വലിയ കെട്ടിടവും വലിയ സംഗതിയൊക്കെ തിരിച്ചു കൊടുത്തു. അതൊക്കെ സത്യ. ഒരു ചെറിയ അദാനി ഒരു സാധനം കൊടുത്താൽ അദാനിക്ക് അതിന്റെ 10,000 മടങ്ങ് തിരിച്ചു കൊടുക്കും. കുചേലന് അവില് കൊടുത്തപ്പോ കൃഷ്ണന് അങ്ങോട്ട് അവില് കൊടുത്തപ്പോ ഇങ്ങോട്ട് വലിയ മാളികകളും വീടും ഒക്കെ കൊടുത്തു എന്നാണ് പുരാണം പറയുന്നത്. അപ്പൊ പ്രശ്നം അത് തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇത്തരം സംഗതികൾ ഉയർത്തിക്കാട്ടി ധ്രുവീകരണം ഉണ്ടാക്കുക, യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വിടുക. അത് ബോർഡിന്റെ വിഷയമായാലും ഇലക്ഷൻ കമ്മീഷന്റെ വിഷയമായാലും അതിൽ നിന്ന് പിടിക്കുക. എന്നിട്ടും പോരാ, ഇപ്പൊ വലിയ വർത്താനം തുടങ്ങിയതല്ലേ, 400, 500 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതല്ലേ. ഇപ്പൊ രാജ്യത്ത് മുഴുവൻ ഞാൻ തന്നെ പറഞ്ഞ സഖ്യകക്ഷികളെ അന്വേഷിച്ചെടുക്കുക, എവിടെ നിന്ന് പിടിക്കുക. ശരി സി ആർ ഞാനത്താം. ഇവരെയൊക്കെ പിടിക്കണേ. ശരി, കെ പി നൗഷാദ് അലി, ഇവിടെ കെ സുധാകരൻ പറയുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വന്നാൽ ഇതൊരു അറബിക്കടലിൽ കളയുമെന്നുള്ളതാണ്. അതേ ആർജവത്തിൽ അത് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഏത് രീതിയിൽ അന്നേരം അയോധ്യ വിഷയത്തിലെ കൺഫ്യൂഷൻ കാണാണ്. പക്ഷേ അത്രയും കൺഫ്യൂഷൻ ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഇല്ല എന്ന് തോന്നുന്നു. കാര്യം അസമിലൊക്കെ പോയി ഇത് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആൾ കൂടിയാണ് രാഹുൽ ഗാന്ധി. ശ്രീ കെ പി നൗഷാദ് അലി, നേരത്തെ KT കുഞ്ഞിക്കണ്ണനും CR നീലകണ്ഠനും പറയുന്നതിന് തുടർച്ചയിൽ ഇപ്പം അന്ന് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ അന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട് ലോകത്ത് എല്ലായിടത്തുമുള്ള ഇന്ത്യൻ പൗരന്മാർ ഇങ്ങോട്ടേക്ക് വാ, നമുക്കിവിടെ ജോലി ഉണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് 10 വർഷത്തിനിപ്പുറം എന്താണ് അവസ്ഥ? അതിന് തൊഴിലില്ലായ്മ നിരക്ക് വാണം പോലെ മേപ്പോട്ടേക്കാണ്. മാത്രമല്ല ഇസ്രായേലിലും റഷ്യയിലും അടക്കം വല്ല രാജ്യത്തിനും വേണ്ടി പോയി യുദ്ധം ചെയ്ത് മരിക്കേണ്ട ഗതികളിലേക്ക് നമ്മുടെ പൗരന്മാർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് യുദ്ധമുഖത്തെ കൊണ്ടുപോയി കൊന്നുകളയുന്ന ഏർപ്പാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നീക്കമുണ്ടായെങ്കിൽ ഞാൻ വീണ്ടും എൻ്റെ ആദ്യ ചോദ്യം, കെണിയിൽ പോയി പ്രതിപക്ഷം വീഴണോ കെ പി നൗഷാദ് അലി? ഇവിടെ ഹഷ്മി, നിങ്ങൾ ഈ പറഞ്ഞ കഥയൊക്കെ വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കി എല്ലാ രംഗത്തും ഒരു വ്യാജന പ്രതിഷ്ഠിക്കുന്ന ഒരു സർക്കാരാണ്. ഈ സർക്കാരിന് എങ്ങനെ സാധാരണക്കാരൻ വിശ്വസിക്കും? നിങ്ങൾ മതവും ജാതിയൊക്കെ വിട്, ഇവിടെ GDP കണക്കാക്കുന്ന രീതിയിൽ പോലും കൃത്രിമമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് ലോകത്ത് എല്ലായിടത്തുമുള്ളൊരു രീതിക്ക് വിരുദ്ധമായിട്ട് ഇവിടെ കണക്ക് കൂട്ടിയിട്ട് 1 കിലോമീറ്റർ അളക്കുമ്പോൾ 200 മീറ്റർ കഴിഞ്ഞിട്ട് അങ്ങ് അളന്നു തുടങ്ങിയാൽ 800 മീറ്ററിൽ 1 കിലോമീറ്റർ വരുമല്ലോ. ഇതുപോലെയൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു തുണിയുടെ നീളം അളക്കുമ്പോൾ
1 മീറ്റർ അളക്കുമ്പോൾ ഒരു 30 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് അങ്ങ് ടേപ്പ് പിടിച്ചിട്ട് അളന്നിട്ട് 1 മീറ്റർ എന്നൊക്കെ ഡിക്ലെയർ ചെയ്യും പോലെയാണ് ഈ നാട്ടിൽ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള അളവ്, GDP യെക്കുറിച്ചുള്ള അളവ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഡയറക്റ്റ് ടാക്സ് പിരിക്കേണ്ട ഒരുപാട് മേഖലകൾ റദ്ദ് ചെയ്ത് സെസ്സാക്കി മാറ്റി, അതിൻ്റെ പുറമെ സർചാർജും പിരിച്ച് കൊല്ലത്തിൽ 5.5 ലക്ഷം മുതൽ 7.5 ലക്ഷം കോടി വരെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതില്ലാത്ത തുക പിരിച്ചെടുത്തുകൊണ്ട് ഇവർ നോൺ പ്ലാൻ ഗ്രാൻറ്റുകൾ കൊടുക്കുന്നു, ക്യാപിറ്റൽ ട്രാൻസ്ഫർ നടത്തുന്നു. ഇവർക്ക് തോന്നിയപടി തോന്നിയ ഇടങ്ങളിലേക്ക് വിവേചനവും പക്ഷപാതിത്വവും കാട്ടി രാജ്യം ഭരിക്കുകയാണ്. അങ്ങനെയാണ് പല സ്ഥലത്തു നിന്നും പിന്നെ നമുക്ക് കരണീയമല്ലാത്ത പല വാചകങ്ങളും പല പരാതികളും ഒക്കെ ഉയരുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന വാചകങ്ങൾ വരെ പരിണിതപ്രജ്ഞരായ നേതാക്കൾക്ക് പല തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് ഇവർ രാജ്യത്ത് കൊണ്ടുപോകുന്നു. തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ അവസാനമായിട്ട് ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇവിടെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഇതാ പുതിയ പിന്നെ CAA നിയമമായിട്ട് അവർ വരുന്നു. ഇതിനിടയിലൊക്കെ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യങ്ങളിൽ അവർക്ക് മുഖത്തടിയേറ്റു സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടായതിൽ ഈ രാജ്യം സന്തോഷിക്കുകയാണ്. അത് മൂടി വെക്കാൻ ഇവരുടെ ശ്രമമുണ്ട്. മുമ്പ് അശോക് ലാവാസ രാജിവെച്ച് ADBയിൽ ജോലിക്ക് പോയതുപോലെ ഇതാ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടി രാജിവെക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു കമ്മീഷണർ രാജിവെച്ച് പോകുന്നത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് നൽകുക എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ഒരുപാട് പേർ പ്രതിഷേധമുണ്ടാക്കുന്നുണ്ട്. EVM മെഷീനെ കുറിച്ചൊക്കെ വലിയ സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. അതിനെയൊക്കെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ചുറ്റുപാടുകൾ ഈ രാജ്യത്ത് ഒരുങ്ങുകയാണ്. അപ്പോഴും ഭരിക്കുന്ന പാർട്ടി ഭയപ്പാടിലാണ്. അവരുടെ എംബരാസ്മെന്റ് മറികടക്കാൻ അവരിങ്ങനെയുള്ള പല തന്ത്രങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വരികയാണ്. ഇവിടെ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വെട്ടിൽ വീഴാതിരിക്കാനുള്ള വിവേകം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോട്, മുസ്ലിങ്ങളോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സംരക്ഷകർ ചമഞ്ഞു വരുന്ന വേട്ടക്കാരെയും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇതിനകത്ത് യുക്തിപൂർവമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ആത്യന്തികമായി BJP അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് ആവശ്യം. അതുണ്ടാകാൻ പാകത്തിലുള്ള കൗശലപൂർവമായ സമീപനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. പിന്നെ എനിക്ക് സഖാവ് KT കുഞ്ഞിക്കണ്ണനോട് പറയാനുള്ളത്, പിണറായി വിജയൻ സഖാവിൻ്റെയും CPM-ൻ്റെയും ഒക്കെ CAA വിരുദ്ധ നിലപാടുകളെ ഞാൻ സന്തോഷത്തോടെ കാണുന്നു. പക്ഷെ അവരതൊക്കെ പറയുമ്പോൾ ഇവിടെ CAA വിരുദ്ധ സമരത്തിനെതിരെ 10,750 കേസ് അവരെടുത്തിട്ടുണ്ട്. KT കുഞ്ഞിക്കണ്ണൻ്റെ ജില്ലയായ കോഴിക്കോട്ടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ കേസിന്റെ പുറകെ ഇപ്പോഴും കോടതി ഇറങ്ങുകയാണ്. നിങ്ങൾ ആ കേസൊക്കെ ഒന്ന് പിൻവലിക്കാനുള്ളൊരു സന്മനസ് കൂടി കാണിച്ചാൽ വളരെ ഭംഗിയായി നിങ്ങളുടെ ഉദ്ദേശം ദുരുദ്ദേശപരമല്ല എന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. ശ്രീ ഷാവ് പ്രസാദ്, ഇവിടെ ഞാൻ ആർട്ടിക്കിൾ 40 വീണ്ടും വായിക്കുന്നു. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു നേപ്പാൾ പൗരൻ അല്ലെങ്കിൽ ഒരു വിദേശ പൗരൻ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ടാൽ നമ്മുടെ വ്യവഹാര വഴിയിലേക്ക് പോകാനാണ് നിർബന്ധിതനായാൽ the state shall not deny to any person equality before the law or the equal protection of the laws within the territory of India എന്നുള്ളത്. അല്ലാതെ ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു. 1. 2, ഈ ആർട്ടിക്കിൾ 14 ഒരു നിയമം പൂരകമായി പോകണമെങ്കിൽ ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ നിയമം നോൺ ആർബിട്രറി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. നിയമത്തിന് ഉദ്ദേശ ലക്ഷ്യം സ്വേച്ഛാപരമാവരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അല്ല. ഇന്ത്യൻ ഡിഫറൻഷ്യ അഥവാ യുക്തിഭദ്രമായ വർഗീകരണമാണോ? അല്ല. റാഷണൽ നെക്സസ് ഉണ്ടോ? ഇല്ല. അങ്ങനെ പല മാനദണ്ഡങ്ങൾ നോക്കിയാൽ ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി പറയേണ്ടതാണ്. CR-ൻ്റെയും KT കുഞ്ഞിക്കണ്ണൻ്റെയും KP നൗഷാദിന്റെ വിമർശനങ്ങൾ മറുപടി. ഷാബു. ഹാഷ്മി, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാതെ തന്നെ എനിക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പോൾ മൻ കി ബാത്താണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫാസിസമാണ്, തേങ്ങാക്കൊലയാണ്, മാങ്ങാത്തൊലിയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ മറ്റുള്ളവരോട് കാണിച്ച മാന്യത എന്നോടും കാണിച്ചാൽ ആ മാന്യത തിരിച്ചും പ്രതീക്ഷിക്കാം, ഇല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഇനിയും പറയട്ടെ, ഈ ആർട്ടിക്കിൾ 14 അടക്കമുള്ള നമ്മുടെ ഭരണഘടനയിലെ ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ പറയുന്നു അല്ല, ഈ ലോകം മുഴുവനുമുള്ളവർക്കാണ്. ഇവിടെ വന്ന് താമസിക്കുന്ന ആർക്കും ആ ആർട്ടിക്കിൾ 14 എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കില്ല. ഇവിടെ കടന്നു വന്ന അഭയാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഇവിടെ നേപ്പാളിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ വന്ന ആൾക്കാർക്ക് ഇവിടെ വോട്ട് കൊടുക്കാൻ പറ്റുമോ? വോട്ടവകാശം എന്ന് പറയുന്നത് അതായത് നമ്മുടെ പൗരാവകാശങ്ങളിൽ ഒന്നാണ്. ആ പൗരാവകാശം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 14 പ്രകാരം ഈ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്.
പിന്നെ താങ്കൾ പറയുന്ന അവരിവിടെ വന്ന് വല്ല കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ശിക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷിക്കുന്നത് കൊണ്ട് മറ്റേത് കൊണ്ടെന്നാണ്. ഇതൊക്കെ ആർക്കും കേട്ടാൽ മനസ്സിലാവുന്ന കാര്യമാണത്. പിന്നെ CAA, അതുകൊണ്ട് തന്നെ CAA എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 പരിധിയിൽ വരുന്നതല്ല. കാരണം അത് ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിക്കുന്നതല്ല, ഈ ഒരു തരത്തിലുമല്ല. പിന്നെ പറഞ്ഞു ഞാനിവിടെ കുറച്ച് ഇത് വലിയൊരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത്, വലിയ ചരിത്രം. പിന്നെ ഇവിടെ ഇദ്ദേഹം ചോദിച്ചു, CR ചോദിച്ചു എങ്ങനെ ഇതിൻ്റെ അകത്ത് അഫ്ഗാനിസ്ഥാൻ വന്നു, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം, എന്തുകൊണ്ട് ബർമ്മ വന്നില്ല. അഫ്ഗാനിസ്ഥാൻ എന്നത് ഈ അടുത്ത കാലം വരെ, ഏതാണ്ട് ഈ താലിബാനും ഹെക്മത്തിയാരൊക്കെ വരുന്നതിന് മുമ്പ് വരെ അത്യാവശ്യം ഉൽപ്പതിഷ്ണുക്കൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. അദ്ദേഹമൊക്കെ നജീബുള്ളയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. അവിടെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നവരാണ്. ഈ പാകിസ്ഥാനിലെ ഈ റിലീജിയസ് പെർസിക്യൂഷൻ സഹിക്കാൻ വയ്യാതെ ധാരാളം ഈ റിലീജിയസ് മൈനോറിറ്റീസ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഖൈബർ ചുരം കടന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയി താമസിച്ചിരുന്നു. ധാരാളം അവരുടെ പിൻതലമുറ ഇപ്പോഴും അവിടെയുണ്ട്. അങ്ങനെയുള്ളവർ ഇവിടെ ഈ താലിബാൻ ഭരണവും കാര്യങ്ങളും വന്നതിന് ശേഷം അവിടെ നിന്ന് ഓടി ഭാരതത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കൂടിയാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ബർമ്മ ഇല്ല, എന്തുകൊണ്ട് ശ്രീലങ്ക ഇല്ല? ബർമ്മയോ ശ്രീലങ്കയിലെയോ ഒക്കെ ഇഷ്യൂ നമ്മുടെ ഭാരതത്തിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളല്ല. ഈ നെഹ്റു ലിയാഖത്ത് പാക്റ്റ് നിങ്ങളൊന്ന് നോക്കൂ, ഇത് വെറുതെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് നെഹ്റു ലിയാഖത്ത് പാക്റ്റ് എന്നുള്ളത്. ആ നെഹ്റു ലിയാഖത്ത് സന്ധി പ്രകാരം, ആ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും റിലീജിയസ് മൈനോറിറ്റീസിനെ സംരക്ഷിക്കാനും അവരെ വളർത്താനും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാനും അതാത് സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും പാകിസ്ഥാൻ അത് ചെയ്തിട്ടില്ല, ബംഗ്ലാദേശ് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ട, അവരുടെ കാര്യം ചെയ്യേണ്ട ആ ധാർമ്മികമായ ഉത്തരവാദിത്വം ഭാരതത്തിനുണ്ട് എന്നുള്ളതാണ് ആ കാലം മുതൽ 50-60 കൊല്ലം മുമ്പ് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട്, സർക്കാരുകളുടെ നിലപാട്. അതിനെ ഒരു ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. 2016 മുതൽ ഇത് ചർച്ചയിലുള്ള കാര്യമാണത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ചരിത്ര പശ്ചാത്തലം മുഴുവനുമുണ്ട്. അതുകൊണ്ട് ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരണ്ട. ആർട്ടിക്കിൾ 14 ഇവിടുത്തെ ഇവരെ ഇങ്ങനെയുള്ള ഈ റിലീജിയസ് മൈനോറിറ്റീസിനെ, പെർസിക്യൂഷൻ അനുഭവിക്കുന്ന റിലീജിയസ് മൈനോറിറ്റീസിനെ കൂടി ആർട്ടിക്കിൾ 14 പരിധിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ നിയമം. അവർ പൗരന്മാരായി കഴിഞ്ഞാൽ അവർക്ക് ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സംരക്ഷണവും ലഭിക്കും. അതിനു മുമ്പ് അതില്ല. ശരി ശരി, ഞാൻ അങ്ങനെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 14 എന്താണ് ഈ പറയുന്ന നിയമത്തിന് മുന്നിൽ എല്ലാവരും ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് താങ്കളാണോ പറയുന്നത് ശരി, അതോ ഈ പാനലിലെ മറ്റുള്ളവർ പറയുന്നതാണോ ശരി എന്നുള്ളത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ശ്രീ ഷാബു, ഞാൻ താങ്കൾ തർക്കത്തിലില്ല. പിന്നെ ഈ തേങ്ങാക്കൊല മാങ്ങാത്തുരി പോലുള്ള വാക്കുകൾ താങ്കൾ ഉപയോഗിക്കണമെന്നുള്ള ആലോചിക്കും. ഓക്കെ, വോട്ടവകാശം കിട്ടുമോ? വോട്ടവകാശം മാത്രമാണോ സാർ? വോട്ടവകാശം മാത്രമാണോ? വോട്ടവകാശം മാത്രമാണോ? ഇവിടെ താമസിക്കുന്ന എല്ലാവരും നിയമത്തിന്റെ കണ്ണിൽ തുല്യരാണ് എന്ന് പറയുന്നത് വോട്ടവകാശം മാത്രമാണോ? ശരി, ഞാനങ്ങനെ നമുക്ക് ആ തർക്കത്തിലേക്ക് നിൽക്കാൻ കഴിയില്ല. നമുക്ക് ആ തർക്കത്തിലേക്ക് മാത്രം നിൽക്കാൻ കഴിയില്ല. ഓക്കെ ഓക്കെ, ശരി. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശരി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നമ്മൾ ഈ ആർട്ടിക്കിൾ 14 അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളതും ഈ രണ്ട് ഭാഗം കുറെ നാളായി ചർച്ച ചെയ്തതാണ്. ഈ പറയുന്നതിന്റെ എന്താണ് ഉദ്ദേശ ലക്ഷ്യം സ്വേച്ഛാപരമാകരുതെന്ന് പറഞ്ഞാൽ ഈ 3 രാജ്യങ്ങൾ തെരഞ്ഞെടുത്തൽ സ്വേച്ഛാപരമാണെന്നും ഇന്ത്യൻ ഡിഫറൻഷ്യ അഥവാ യുക്തിഭദ്രമായ വർഗീകരണമാണോ എന്ന് ചോദിച്ചാൽ 3 രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർ എന്ന് പറഞ്ഞ് യുക്തിഭദ്രമായ വർഗീകരണമല്ല എന്നും ഇത് രണ്ടും ചെയ്യുന്ന റാഷണൽനെസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നൊക്കെയുള്ള നിയമവ്യാഖ്യാനങ്ങൾ നമ്മൾ അക്കാലത്ത് കേട്ടതാണ്. നമ്മൾ വരും മണിക്കൂർ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ഇവിടെ പ്രശ്നം അയോധ്യ രാമക്ഷേത്രം കൊണ്ടുവന്നു. അത് വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ അവർ കൊണ്ടുവന്നു. അത് വേണ്ട രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല. പിന്നെ UCC എന്ന് കേട്ടു. UCC എന്ന് പറഞ്ഞതേ കേട്ടുള്ളൂ. പിന്നെ വാലും ചുരുട്ടി ഓടിയതാണ്. അതും എവിടെയും മുറിച്ചിട്ട് ക്ലച്ച് പിടിച്ചില്ല. 11-ാം മണിക്കൂറിൽ കൊണ്ടുവരുന്ന CAA രാഷ്ട്രീയ അജണ്ടയാണെന്ന് തിരിച്ചറിയലും ആ രാഷ്ട്രീയ അജണ്ടയിൽ വീഴാതിരിക്കാനുള്ള പക്വത കാണിക്കേണ്ടതുണ്ടായ പ്രതിപക്ഷമാണ്. അതിനുള്ള പാകത പ്രതിപക്ഷത്തിനുണ്ടോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ലോകത്തെല്ലാ ഫാസിസ്റ്റുകളും ഈ പൗരത്വത്തെ സംബന്ധിച്ച മാനുഷികവും നൈതികവും
ആധുനികവുമായ എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കുന്ന നിയമമാണ്. നമുക്ക് നാസി സിദ്ധാന്തങ്ങളെ നമ്മുടെ മുമ്പിലുണ്ട്. നാസി സിദ്ധാന്തങ്ങളുടെ വിനീതരായ ആരാധകരാണ് ഗോൾവാൾക്കറും സവർക്കറും മുഞ്ചയും എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പൗരത്വ നിയമത്തെ ഒരർത്ഥത്തിലും നമ്മുടെ ഭരണഘടനയെ മുൻനിർത്തി ഒരാൾക്കും ന്യായീകരിക്കാനാവില്ല. അങ്ങനെ ന്യായീകരിക്കുന്ന ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തള്ളിക്കളയണമെന്ന് പറയുന്ന ആളുകളാണ്. അവർ ഒരു കാലത്തും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ്. അതുകൊണ്ട് ഭരണഘടനയുടെ സമത്വ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അത് വിവേചനത്തെ നിഷേധിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. വിവേചനങ്ങളെ അനുവദിക്കാത്തതാണ് ഇന്ത്യൻ ഭരണഘടന. ഈ പൗരത്വ നിയമം അങ്ങേയറ്റം വിവേചനപരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വിവേചനപരമായ പൗരത്വ നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും അതിനെ ശക്തമായി എതിർക്കുന്നത്. ഇനി ആഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ നൗഷാദ് അലിയുടെ ആശങ്കയിലേക്ക് വന്നാൽ, നമ്മൾ ഈ ഇന്ത്യയിലെ ഹിന്ദുത്വ ഭരണകൂടം, ഹിന്ദുത്വ രാഷ്ട്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് മോഡി സർക്കാർ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. RSS ആണ് മോഡി സർക്കാരിനെ നയിക്കുന്നത്. RSSന്റെ ഒരു അജണ്ടയിൽ നിന്നാണ് അവർ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു ചരിത്ര സന്ദർഭത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 1925 രൂപം കൊണ്ട RSSന്റെ 100ാം വാർഷികമാകും. 100ാം വാർഷികത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിക്കാൻ JNUവിലെ DSF ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട് 2019 ഏതളവിൽ ആ പ്രതിഷേധം ആളിപ്പടർന്നതാണെന്നും അത് എത്രത്തോളം രക്തരൂക്ഷിതമായെന്നും എത്രത്തോളം കേസുകളുണ്ടായെന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ശ്രീ KT കുഞ്ഞുകണ്ണൻ, എൻ്റെ ആശങ്ക ഈ രാത്രി മുതൽ തുടങ്ങുന്ന ഈ പ്രതിഷേധം മറ്റൊരു പ്രതിഷേധത്തിനായി മാറുമോ എന്നുള്ളതാണ്. അതെന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട് KT കുഞ്ഞുകണ്ണൻ. അല്ല, ഈ പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധം വൈകാരികമായ തലങ്ങളിലേക്ക് പോകാതെ RSSന്റെ ധ്രുവീകരണത്തിന്, വിഭജന അജണ്ടയ്ക്ക് സഹായകരമല്ലാത്ത രീതിയിൽ കൃത്യമായ മതനിരപേക്ഷ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പ്രധാനപ്പെട്ട ജാഗ്രതയുണ്ടാവേണ്ടത് എന്നാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ചർച്ചയിൽ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. നൗഷാദ് അലി ഇടയ്ക്കിടയ്ക്ക് കേരള സർക്കാരിൻ്റെ നിലപാടിൽ എന്തോ ഒരു വലിയ സ്വീകാര്യത വന്നു പോകുമോ എന്നുള്ള ആശങ്ക ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എനിക്ക് നൗഷാദ് അലിയെ ഓർമ്മിപ്പിക്കാനുള്ളത്, 2019 ഈ പൗരത്വ നിയമം ലോകസഭയിൽ അവർ പാസാക്കി. പക്ഷേ വൃത്തികെട്ട ഫ്ലോർ എഞ്ചിനീയറിംഗിലൂടെയാണ് അമിത്ഷാ രാജ്യസഭയിൽ ഈ നിയമം പാസാക്കിയത്. അന്നും ഇന്നും BJPക്ക്, NDAക്ക് ഈ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കാണണം. ഫ്ലോർ എഞ്ചിനീയറിംഗിലൂടെ വളരെ സമർത്ഥമായ രീതിയിൽ ഈ മിസ്റ്റർ അമിത്ഷായ്ക്ക് ആ പൗരത്വ പാസാക്കിയെടുക്കാൻ കഴിഞ്ഞത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാണിച്ച അലംഭാവം മൂലമാണ്. ഇത് പല കാര്യത്തിലും കോൺഗ്രസ് കാണിക്കുന്നുണ്ട്. മുത്തലാഖ് നിയമത്തിൽ കോൺഗ്രസ് പിന്തുണച്ചിട്ടുണ്ട്. UAPA NIA ഭേദഗതിയിൽ കോൺഗ്രസ് പിന്തുണച്ചിട്ടുണ്ട്. പക്ഷെ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഔദ്യോഗികമായി അതിനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോഴും പാർലമെന്റിനകത്ത് അതിനെ തോൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ രാജ്യസഭയിലെ പ്രതിപക്ഷാംഗങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ മുൻകൈ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. നൗഷാദിക്കൽ അറിയോ, 125 പേർ മാത്രമാണ് രാജ്യസഭയിൽ ഈ ബില്ലിനെ അനുകൂലിച്ചത്. കൃത്യമായി രാജ്യസഭയിൽ എല്ലാ അംഗങ്ങളെയും എത്തിക്കുമായിരുന്നെങ്കിൽ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. 105 ആളുകൾ, ഹാജരായ 105 ആളുകൾ ആ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ സമകാലീനമായ ചരിത്രമാണ്. എന്നിട്ട് എൻ്റെ പേരിൽ പൗരത്വ നിയമ ഇതിൽ പ്രസംഗിച്ചതിൻ്റെ പേരിൽ കേസുണ്ട്. എന്താ കേസ് എന്നറിയോ? അത് ട്രാഫിക്കിന് പോലീസ് എല്ലായിടത്തും എടുക്കുന്നതാണ്. പോലീസിന് അനുമതിയില്ലാതെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് പ്രകടനം നടത്തിയ ഒരു കേസെടുത്തും. അത്തരം കേസുകളൊക്കെ പെരുപ്പിച്ചിട്ട് കേരള സർക്കാരിൻ്റെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള നിലപാടിൽ അവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കളിയൊക്കെ അവസാനിപ്പിച്ച് ഈ രാജ്യവും ജനങ്ങളും നേരിടുന്ന, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അരക്ഷിതബോധത്തെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വപൂർവമായ നിലപാടിലേക്ക് NDAയുടെ ഒരു ഘടകകക്ഷി, അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷി, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രകൃതി എന്ന നിലക്ക് നൗഷാദ് അലിയെ പോലുള്ള സുഹൃത്തുക്കൾ വിശാല ഹൃദയമുള്ളവരാവണം, ജനാധിപത്യ ബോധമുള്ളവരാവണം. സങ്കുചിത രാഷ്ട്രീയ നിലപാടിൽ നിന്നല്ല ഇത്തരം വിഷയങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് രാജ്യത്തെ ഏറ്റവും അപകടകരമായ ഒരു ചരിത്രസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ BJP സർക്കാർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൗരന്മാരെ പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് കാണാനുള്ള നീക്കമാണ് നടത്തുന്നത്. അത് അവരുടെ ഹിന്ദുരാഷ്ട്ര അജണ്ടയുമായി ബന്ധപ്പെട്ട നീക്കമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള വിശാലമായ വേദികൾ ഉണ്ടാക്കാനുള്ള, ഐക്യത്തിന്റെ വലിയ വേദികൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ചുരുങ്ങിയ നമ്മുടെ ചർച്ചയുടെ അവസാന മിനിറ്റുകളാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പം നാളെ UDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. JNUവിൽ DSFന്റെ സമരം ഇന്ന് രാത്രി തുടങ്ങാൻ പോകുന്നു. ആ പഴയ അന്നത്തെ ആ സമരവേലിയേറ്റം നമ്മൾ പ്രതീക്ഷിക്കണോ CR?
അല്ല, എനിക്ക് അത് ഒരു എക്സ്പ്ലനേഷൻ മാത്രം. ഇപ്പം ഇവിടെ UDF-ൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രതിനിധികൾ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞങ്ങളാണ് കൂടുതൽ ഇതിൽ CAA-ക്കെതിരായി നിൽക്കുന്നവർ എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമം വന്നു. ആ ശ്രമം അത്ര നല്ലതല്ല. അത് BJP-യുടെ ട്രാക്കിലേക്ക് പോയി വീഴലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യോജിച്ച പ്രക്ഷോഭങ്ങളാവാം. ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കൂടുതൽ കിട്ടാനുള്ള പണിയാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, ഇതിനെ എതിർക്കുന്നവർ ശ്രമിക്കുന്നതെങ്കിൽ ആ 4 വോട്ടിൽ 6 വോട്ട് കൂടുതൽ പിടിക്കാൻ BJP-ക്ക് കഴിയും. ഹാഷ്മി ചോദിച്ച ചോദ്യത്തിനുള്ള എൻ്റെ മറുപടി അതാണ്. കാരണം ഇത് ഞങ്ങൾ കത്തിച്ചു, ഞങ്ങളാണ് കൂടുതൽ കത്തിച്ചത്, ഞങ്ങളാണ് കൂടുതൽ ഇത് നടത്തിയത്, ഞങ്ങളാണ് കൂടുതൽ പ്രസംഗിച്ചത്, നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, നിങ്ങൾ ഇത് ചെയ്ത്, ഈ തർക്കമാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ, കാരണം ഇത് അടുത്ത ഇലക്ഷന് 10 വോട്ട് കൂടുതൽ കിട്ടുമെന്നറിയാനാണ്. ആ വോട്ടിന്റെ രാഷ്ട്രീയത്തിലേക്ക് CAA കൊണ്ടുവന്നാൽ അത് BJP-ക്ക് അനുകൂലമാവും. ശരി, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഷാബു പ്രസാദ്, താങ്കളെ ഭരണഘടന പഠിപ്പിക്കാൻ ഞാൻ ആളല്ല, എങ്കിൽ കൂടിയും ഭരണഘടനയുടെ എന്താ വിശാലമായ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ താങ്കൾ ഈ പറയുന്ന ചോദ്യം അതിവിടെ താമസിക്കുന്ന പൗരന്മാർക്കും പുറത്തുള്ള പൗരന്മാർക്കും ബാധകമാക്കേണ്ടതില്ലേ എന്ന് ആലോചിക്കാത്തവരല്ലോ അന്നത്തെ ആളുകൾ. 2 തരം മൗലികാവകാശങ്ങളാണ്. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ടു ഓൺലി ടു സിറ്റിസൺസ് ആൻഡ് നോട്ട് ഫോറിനേഴ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 19 പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, പ്രൊഫഷണൽ. ഇത് ഇവിടുത്തെ നമ്മുടെ പൗരന്മാർക്ക് മാത്രം ബാധകമായതാണ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അതിൽപ്പെടുന്ന ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ആർട്ടിക്കിൾ 14 പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നവർക്ക് ബാധകമായതാണ്. ഷാബു, ഇനി പിന്നെയും സംശയമുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്താണ് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് ഒരു വിധി പ്രസ്താവന, താങ്കൾ ഈ പറഞ്ഞ തർക്കത്തിലാണ്. ആർട്ടിക്കിൾ 14 of the Constitution which provides for equality before law applies not only to citizens but also to non-citizens in India. Olga Roshna versus Foreigners Regional Registration Office കേസാണ്. വ്യക്തമായെന്ന് കരുതുന്നു. അതായത് വ്യക്തമാണ്. ഇത് തന്നെ ഞാനിതിനെ എതിർക്കുന്നുമില്ല. അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ, ഈ രാജ്യത്തെ നിയമങ്ങൾ, അവകാശങ്ങളല്ല, നിയമങ്ങൾ. ആ നിയമങ്ങൾ ഇവിടെയുള്ള ഈ ടെറിട്ടറിക്കകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ അവകാശങ്ങൾ, താങ്കൾ പറയുന്ന ആർട്ടിക്കിൾ 14, ഞാൻ ആർട്ടിക്കിൾ 14 ആദ്യം വായിച്ചപ്പോൾ താങ്കൾ തേങ്ങാക്കുല മാങ്ങാത്തുലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ അറിയാത്ത കാര്യങ്ങൾ പറയുകയായിരുന്നു. താങ്കൾ തേങ്ങാക്കുല മാങ്ങാത്തുലി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്ക് അറിയാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആർട്ടിക്കിൾ 14 ഇവിടെ റിസൈഡ് ചെയ്യുന്ന ഇന്ത്യക്കാരല്ലാത്തവർക്കും ബാധകമാണ്. ഷാബു, ലോയും റൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞത് എന്താണ്? ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞത് പൗരന്മാർക്ക് മാത്രം ബാധകമാണെന്നാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 14 പൗരന്മാർക്ക് മാത്രം ബാധകമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. ആർട്ടിക്കിൾ 14 താങ്കൾ തേങ്ങാക്കുല മാങ്ങാത്തുലി തുടങ്ങിയ വൃത്തികെട്ട വാക്കുകൾ താങ്കൾ ഉപയോഗിച്ചു താങ്കളുടെ അറിവുകേട് മറയ്ക്കാൻ. സംരക്ഷണം. അപ്പൊ ഭരണഘടന പഠിക്ക്, നല്ലതാണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയല്ലേ. അല്ല, തേങ്ങാക്കൊല മാങ്ങാത്തൊലിയൊന്നും വൃത്തികെട്ട വാക്കുകളൊന്നും അല്ല, അതൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതായത് ആർട്ടിക്കിൾ എന്നാൽ എന്ത് മാങ്ങാത്തൊലിയാണെങ്കിലും തേങ്ങാക്കൊലയാണെങ്കിലും ഷാബു പ്രസാദ് താങ്കൾ ഭരണഘടന ഒന്ന് പഠിക്ക്. നൽകുന്ന അവകാശങ്ങൾ എല്ലാവർക്കും ഒരുപോലെ. ശരി, എന്നാ എന്ത് മാങ്ങാത്തൊലിയാണെങ്കിലും തേങ്ങാക്കൊലയാണെങ്കിലും താങ്കൾ ആ ഭരണഘടന ഒന്ന് പഠിക്ക്. അതിൽ പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും ബാധകമായ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് പഠിക്ക്. ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ചിന്റെ വിധി ഒന്ന് വായിക്ക്, അത്ര മനസ്സിലാവുമല്ലോ. ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഈ മാറ്റല്ലേ സാർ? ഈ ആർട്ടിക്കിൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? ആർട്ടിക്കിൾ ഈ CAA ഗോൾ പോസ്റ്റ് മാറ്റല്ലേ? നമ്മുടെ സമയം കഴിഞ്ഞു, പക്ഷേ ഗോൾ പോസ്റ്റ് മാറ്റല്ലേ? ആർട്ടിക്കിൾ 14 ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രം ബാധകമാവുന്നതാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയല്ല എന്ന് ഞാൻ സ്ഥാപിക്കുകയാണ്. എന്താണ് വിവിധ കോടതികളുടെ വിധി പ്രസ്താവം ചൂണ്ടിക്കാണിക്കൊണ്ട്. അപ്പൊ ഇനി മറ്റൊരു ചർച്ചയിൽ പോയി ആ അറിവുകേട് വിളമ്പാതെയെങ്കിലും ഇരിക്കൂ ഷാബു. താങ്ക് യു. ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഹാഷ്മി പറയുന്നത്? താങ്കളല്ലേ മണ്ടത്തരം പറഞ്ഞു? ഞാനാണോ പറഞ്ഞത്? ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ. സാർ, ഞാൻ ആർട്ടിക്കിൾ 14 കാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും ബാധകമാണ്. ഞാൻ ആർട്ടിക്കിൾ 14 കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, താങ്കൾ നന്ദി, താങ്ക് യു. താങ്കൾ ഇപ്പോൾ സമ്മതിച്ചല്ലോ, എല്ലാവർക്കും ബാധകമാണ്. താങ്കൾ സമ്മതിച്ചല്ലോ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ഷാബു പ്രസാദ്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. ശരി, ആർട്ടിക്കിൾ 14 എല്ലാവർക്കും ബാധകമാണെന്ന് സമ്മതിച്ചല്ലോ. തുടക്കത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞെങ്കിലും ഞാൻ കൃതാർത്ഥനായി ഷാബു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എന്റെ ചർച്ച പൂർണ്ണമാവുന്നു.
ഹാഷ്മി അങ്ങനെ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു തന്നെയാണ് ഇത്. അത് തന്നെ വേണം. ആർട്ടിക്കിൾ 14 എല്ലാവർക്കും ബാധകമല്ല, അത് പൗരന്മാർക്ക് മാത്രമാണ് താങ്കൾ പറഞ്ഞു. അത് അവസാനമായപ്പോൾ എല്ലാവർക്കും ബാധകമാണ്, താങ്കൾക്ക് ബോധ്യപ്പെട്ടു. താങ്ക് യു. അത്രേ ഉദ്ദേശമുള്ളൂ, താങ്കൾ മനസ്സിലായല്ലോ, അത് മതി. മറ്റൊരു ചർച്ചയിൽ പോയി അറിവുകൾ പറയാതിരിക്കും. 14 നൽകുന്ന അവകാശങ്ങൾ എന്നാണ് പറഞ്ഞത്. മറ്റൊരു ചർച്ചയിൽ പോയി ആർട്ടിക്കിൾ 14 ഇന്ത്യക്കാർക്ക് മാത്രം ബാധകമാണെന്നൊരു അറിവുകേട് പറയാതിരിക്കൂ, അത്രേ ഉള്ളൂ. അപ്പൊ അറിവ് സാർ അറിയാത്തൊരു കാര്യം പറഞ്ഞു തരുന്ന പ്രായത്തിൽ കുറഞ്ഞ ഞാനാണെങ്കിലും എടുക്കണ്ടേ? പ്രായത്തിൽ കുറഞ്ഞ ഞാനാണെങ്കിലും അറിവ് പറഞ്ഞത് എടുക്കണ്ടേ? ഇവിടുത്തെ ശരി, മാത്രമുള്ളതാണ്, അല്ലാതെ ലോകം മുഴുവൻ ഉള്ളവർക്കല്ല. ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന സാർ, അമേരിക്കയിൽ ആർട്ടിക്കിൾ 14 ബാധകമല്ല, അതെനിക്കറിയാം. സാർ, അമേരിക്കയിൽ ആർട്ടിക്കിൾ 14 ബാധകമല്ല. പക്ഷെ അമേരിക്കയിൽ ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു അമേരിക്കൻ പൗരൻ ആർട്ടിക്കിൾ 14 ബാധകമാണെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അല്ലെന്നാ പറഞ്ഞത്. പോട്ടെ, അത് വിട്ടേക്കും. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ചർച്ചയിൽ പറഞ്ഞത് എല്ലാവർക്കും നന്ദി.